നമ്മുടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ സന്തോഷമായിരിക്കും അദ്ദേഹം ചോദിക്കും, എനിക്ക് സന്തോഷമായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നാം നമ്മുടെ കാര്യം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ നാം നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം എന്ത് ചെയ്യും? സാധാരണ ഒരു ക്ഷേത്രത്തിലെ പൂജ എന്നാണെങ്കിൽ പൂജകൻ ആദ്യം ശരീരശുദ്ധി വരുത്തും. പഞ്ചവിധ സ്നാനം എന്ന് പറയും. ഗർഭ, നൃത്ത, ഭുക്ത, മന്ത്ര, അങ്ങനെ ഓരോന്നിനെ കൊണ്ടൊക്കെ ആണ് ഈ ശരീരശുദ്ധി വരുത്തുക. ഈ ശരീരശുദ്ധി വരുത്തിയിട്ട് ഈ വരുന്ന വ്യക്തി ആ വ്യക്തിക്ക് അനിഷ്ടം തോന്നാത്ത രീതിയിൽ ആ വ്യക്തിയെ സ്വീകരിക്കാവുന്ന രീതിയിലുള്ള വസ്ത്രവിധാനമായിരിക്കണം നമുക്ക്. സാധാരണ വീടുകളിൽ വരുന്ന സാധാരണ ഡ്രസ്സിട്ട് കൊണ്ടൊരു മഹാത്മാവിനെ നമുക്ക് പൂജിക്കാൻ പറ്റുമില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അതിന് പാകത്തിലുള്ള വസ്ത്രം, ഇതാണ് പൂജയ്ക്ക് തട്ടുകൊടുക്കുക എന്നൊക്കെ കഴിയും. അതിന് ശേഷം ദേഹശുദ്ധി എന്നുള്ള കർമ്മം. ഈ ദേഹശുദ്ധി എന്നുള്ള കർമ്മം കൊണ്ടെന്താ? ശരീരത്തിൽ ഞാൻ എന്നുള്ള ഭാവം മാറുക. ശരീരത്തിൽ ഞാൻ എന്നുള്ള തോന്നൽ വെച്ചുകൊണ്ടിരുന്നാൽ ഈ വരുന്ന വ്യക്തികളെ വേണ്ടതുപോലെ പൂജിക്കാൻ പറ്റുമോ? അതിനേക്കാളും ഇന്ന കാര്യത്തിൽ ഞാനാ കേൾക്കണം, ഇന്ന കാര്യത്തിൽ ഞാനാ കേൾക്കണം എന്ന് പറഞ്ഞാൽ അയാളും പറയണതല്ല കേൾക്കുക. എൻ്റെ കാര്യം ഞാൻ പറയണമെന്ന് നടക്കട്ടെ എന്നാണ് അല്ല അങ്ങനെയുള്ളോ കണ്ടുവരുന്നത്. അപ്പോൾ അതല്ല, ശരീരത്തിൽ ഞാൻ എന്നുള്ള തോന്നൽ പോകും. പ്രത്യേകിച്ച് ദേവപൂജയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവോ ഭൂത്വ യജയ ദേവം നാ ദേവോ ദേവം അർച്ചയിൽ മനുഷ്യഗന്ധമാത്രേണ ദൂരേ ഗച്ഛന്തി ദേവതാഹ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരികയെന്ന് വയ്ക്കുക. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയി സ്വീകരിച്ചാൽ മതിയോ? പോരാ, തുല്യമായിട്ട് ഇവിടെ പദവിയുള്ള ആൾ വേണം പോയി സ്വീകരിക്കാൻ. അപ്പം അതുപോലെ ആ വരുന്ന വ്യക്തിയുമായിട്ടൊരു തുല്യത നമുക്ക് പ്രാപിക്കാൻ സാധിക്കണം. അതിനാണ് ദേഹശുദ്ധി എന്നുള്ള കർമ്മം ചെയ്യുന്നത്. പിന്നീട് ആ വ്യക്തിയെ പൂജിക്കാനുള്ള വസ്തുക്കളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചു, അതൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുക. അതാണ് ശംഖപൂരണം എന്നുള്ള സാധാരണ പൂജയുടെ രണ്ടാമത്തെ ഘടകം. പിന്നെ ആത്മാരാധന എന്നത് നമ്മൾ കുളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ശരീരത്തിനെ അലങ്കരിക്കണം, ആത്മാവിനെയും ആരാധിക്കണം. കുളിച്ചാൽ കുളിയിടാവുന്ന ആൾക്കാരെ കാണാൻ കുളിക്കണം എന്ന് പറയാം. അപ്പൊ നമുക്കൊരാളെ കാണുമ്പോൾ നല്ല കുളിച്ച് നല്ല വെൽ ഡ്രസ്സഡായിട്ടുള്ള ആളെ വരും. അങ്ങനെ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതല്ലാണ്ട് കുളിച്ച് തറ തോർത്തി ചവിടിയൊന്നും ചെയ്യുവാണ് നിങ്ങൾ യുദ്ധം വന്നാൽ തന്നെ ആവൂ എന്ന് തോന്നും. അതല്ല, നമ്മളൊക്കെ തയ്യാറായിരിക്കുക. അത് കഴിഞ്ഞ പിന്നെന്താ നമ്മൾ വേണ്ടത്? ആ വരുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി വന്നാൽ അദ്ദേഹം വന്നാൽ ഇവിടെ ഇരിക്കുക കേട്ടോ എന്ന്